അമിത ശമ്പളവും അന്യായ പെൻഷനും വെട്ടിക്കുറച്ചുകൊണ്ട് അനാവശ്യ തസ്തികകൾ ഒഴിവാക്കിക്കൊണ്ട് അനാവശ്യ കോർപ്പറേഷനുകൾ പിരിച്ചുവിട്ടുകൊണ്ട് 60 വയസ്സ് കഴിയുന്ന എല്ലാവർക്കും 10,000 രൂപ കൊടുക്കുവാനുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് ഒരു പൂവിറുത്തെടുക്കുന്ന ലാഘവത്തോടെ ഇച്ഛാശക്തിയുള്ള ഏതൊരു ഗവൺമെന്റിനും സാധ്യമാകുന്നതാണ്. ആയതിനാൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ സാമൂഹിക നീതിയുടെ ആശയത്തോട് പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ ഈ ആശയത്തോട് ചേർന്ന് നിൽക്കണം. നികുതി വരുമാനത്തിന്റെ 90% ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തിനും പെൻഷനും വേണ്ടിയാണ് നൽകുന്നത്. ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നമുക്ക് 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. അതിന്റെ പലിശ അടയ്ക്കാൻ തന്നെ ഏതാണ്ട് 25% വരുമാനത്തിന്റെ, നികുതി വരുമാനത്തിന്റെ 25% നമ്മൾ ഇവിടെ പലിശ ഇനത്തിൽ തന്നെ നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയെ, ഒരുപക്ഷെ ശ്രീലങ്ക അഭിമുഖീകരിച്ചതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയെ ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളം അഭിമുഖീകരിക്കുകയാണ്. എന്താണ് കാരണം? അത് മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ഈ അമിത ശമ്പളവും അന്യായ പെൻഷനുമാണ്. ഈ 1 ലക്ഷവും 2 ലക്ഷവും 2.5 ലക്ഷവും ഒക്കെ എന്തിനാണ് പെൻഷനായിട്ട് നൽകുന്നത്? പ്രിയമുള്ളവരെ, അത് നിങ്ങളും ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ അംഗത്വം എടുത്തുകൊണ്ട് ഇതിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന മിഷൻ 26 എന്ന ആശയം, അതായത് 2026 60 വയസ്സ് കഴിഞ്ഞ, ഒന്നുകൂടെ മനസ്സിലാക്കുക, 2026 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ എന്ന ആ സാമൂഹിക നീതി നടപ്പിലാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാടുമായിട്ടാണ് ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ നേതാക്കളും അണികളും ഒറ്റക്കെട്ടായി ഒരു ഇച്ഛാശക്തിയോടുകൂടി തന്നെ, ഏറെ ആർജവത്തോടെ തന്നെ ഈ ആശയം നേടിയെടുക്കുന്നതിനായി ഒത്തൊരുമിച്ച് ഇത്തരം പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ആശയം വാരി വിതറി വിളമ്പിക്കൊണ്ട് നീങ്ങുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, അടുത്ത മാസം 7-ാം തീയതി കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ, അത് കേരളത്തിലെ 14 ജില്ലകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അത് അനന്തപുരിയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു ജനസമുദ്രമായി മാറുമെന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭരണസിരാ കേന്ദ്രങ്ങളിലെ അവിടെ കുടികൊള്ളുന്ന അല്ലെങ്കിൽ അവിടെയുള്ള പ്രജാപതികളുടെ സിംഹാസനങ്ങൾ കടപുഴകി വീഴുന്ന, അവിടെയുള്ള പ്രജാപതികളുടെ സിംഹാസനങ്ങൾ കിഴക്കം തട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറും. തീർച്ചയായും 2026 ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം 60 വയസ്സ് കഴിയുന്ന എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ എന്ന സാമൂഹിക നീതി നേടിയെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം, ഇവിടെയുള്ള പ്രിയപ്പെട്ട വ്യാപാരി സമൂഹമേ, അതുപോലെ തന്നെ ഇവിടെയുള്ള വാഹന മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരെ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതസംഘടനയോ നാളിതുവരെ ഉയർത്തിക്കാട്ടാത്ത ഒരാശയമാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേരുകയാണ്. 97% വരുന്ന ഈ പൊതുസമൂഹവും ഒന്നിച്ചു ചേരുകയാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളോടുകൂടി ഒത്തുചേർന്ന് ഈ കളത്തൂക്കടവെന്ന ഈ അതിമനോഹര ഗ്രാമത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളും വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ ആശയം, ഇതിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഇതിനുള്ളത് മനുഷ്യ സ്നേഹത്തിന്റെ ആ പ്രത്യയശാസ്ത്രം മാത്രമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷനോട് ചേരുക. ഇവിടെ ഒരു സഹോദരൻ വരുന്നുണ്ട്, ഏറെ കഷ്ടതയനുസരിച്ച് വരുന്ന ഒരു വന്ധ്യവയോധികൻ. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു 10,000 രൂപ പെൻഷൻ ലഭിക്കുകയായിരുന്നുവെങ്കിൽ എത്രമാത്രം സന്തോഷകരമായിട്ട് അദ്ദേഹം ആകാവുന്ന കാലത്ത് ഏറെ കഷ്ടത അനുഭവിച്ചതാണ്. ഈ പ്രായമുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തുണയാകേണ്ടത് സർക്കാരാണ്, ഭരണകൂടമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.